LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ നിശബ്ദ പ്രചാരണ ദിവസം അവസാനവട്ട വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. വീടുകൾ കയറി LDF സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ഓരോ വോട്ടും ഉറപ്പിക്കുകയാണ്. സ്ഥാനാർത്ഥിക്കൊപ്പം നമുക്ക് ഓടാൻ പോലും പറ്റില്ല, അമ്മാതിരി ഓട്ടമാണ് സ്ഥാനാർത്ഥി ഓടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വോട്ട് ചോദിക്കുന്നു. സ്റ്റെതസ്കോപ്പ് ഉയർത്തി കാണിച്ചുകൊണ്ടാണ്, കുഞ്ഞു കുട്ടികൾ വരെയുണ്ട്, സ്റ്റെതസ്കോപ്പുമായി എത്തിക്കൊണ്ടാണ് അവരൊക്കെ വോട്ട് ചോദിക്കുന്നത്. ഡോക്ടർ എങ്ങനെയുണ്ട് ശബ്ദ പ്രചാരണ ദിവസം? എങ്ങനെ പരിപാടി? എല്ലാവരുടെ അടുത്തും എത്താനുള്ള ശ്രമം നമ്മൾ തുടരുകയാണ്. ഇതിപ്പോ എന്റെ ബൂത്താണിത്, 88ാം ബൂത്ത്. അപ്പൊ ഇവിടെ ഉണ്ടാവാൻ നമസ്കാരം ടീച്ചറെ, മറക്കണ്ട. ഏതാ സ്കൂൾ? ഏതാ ടീച്ചർ? എന്തായാലും കൂടാ. 9ാമത്തെ ചിഹ്നമാണ്. ഇന്നലത്തെ കൊട്ടിക്കലാശം എത്രത്തോളം ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ട്? എല്ലാ ദിവസവും നമുക്ക് ജനങ്ങളെ കാണുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസം ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടുകയല്ല, അത് പടിപടിയായി കൂടിയത് ഒരു കാര്യമാണ്. ഇന്നലെ കുട്ടിക്കലാശം ഞാൻ നേരത്തെ പറഞ്ഞു ജനങ്ങൾക്കുള്ള ആദരവാണെന്ന്, പാലക്കാടൻ ജനതയ്ക്കുള്ള LDFന്റെ ആദരവാണെന്ന്. അപ്പോൾ അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ ഇന്നലെ അവിടെ വന്നവർ കുറച്ച് പേരൊക്കെ LDF ജയിച്ച് കാണണമെന്ന് ആഗ്രഹമുള്ളവർ വരെ വന്നിട്ടുണ്ട്. പ്രവർത്തകരും അതുപോലെ തന്നെ അനുഭാവികളും മാത്രമല്ല, പാലക്കാടിന്റെ ജയം കാണണം, അത് ഇടതുപക്ഷത്തിലൂടെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂടിക്കൂട്ടമായിരുന്നു ഇന്നലത്തേത്. സ്റ്റെതസ്കോപ്പ് ഇട്ട് ആദ്യമായിട്ടാണോ നിങ്ങളൊക്കെ? അതെ അതെ, ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് സ്റ്റെതസ്കോപ്പ് നടക്കാൻ? സ്റ്റെതസ്കോപ്പ് ഉറപ്പായും ഒരു ഡോക്ടറുടെ ലുക്ക് ആഗ്രഹിച്ചിരുന്നു, അത് നടന്നില്ല. ഇപ്പൊ എങ്ങനെയെങ്കിലും നടന്നു പറഞ്ഞു. നാളെ തെരഞ്ഞെടുപ്പാണ്, നെഞ്ചെടുപ്പ് കൂടിയിട്ടുണ്ടോ? എങ്ങനെയാ? ഇല്ലില്ല, നമ്മൾ അതിനെയൊക്കെ കൃത്യമായിട്ട് ജനങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഒരു ദിവസം കൂടിയേ പറയാൻ ഇനി ബാക്കിയുള്ളൂ എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അതിന്റെ വേറെ ടെൻഷനുകളൊന്നുമില്ല. ഡോക്ടർ ഇതാ വലിയ ഓട്ടത്തിൽ തന്നെയാണ്. ഇന്നലെ നമുക്ക് ഡോക്ടറെ പിടിച്ചിട്ട് കിട്ടിയിട്ടില്ല, ഈ ദിവസങ്ങളിൽ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. ഇന്നും വൻ ഓട്ടാണ്. ഡോക്ടർ നെഞ്ചെടുപ്പ് നോക്കിക്കോട്ടെ, ഇത് ഒറിജിനലാണ് കേട്ടോ, നമുക്ക് നോക്കി കേൾക്കുമെന്ന്. ഒറിജിനൽ ഫേക്ക് ആണെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ എന്തായാലും ഡോക്ടറെ അതെ ചെറിയ അനക്കങ്ങളൊക്കെ ഉണ്ട്, നെഞ്ചെടുപ്പൊന്നും കൂടിയിട്ടില്ല. വലിയ ആവേശത്തിലാണല്ലോ അല്ലെ? നോർമൽ ഹാർട്ട് റേറ്റ് തന്നെയാണ്. നമുക്ക് ജനങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ആവേശ കൂടുതലോ ആശങ്കയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ജനങ്ങളെ അതുപോലെ തന്നെ കാണാൻ നമുക്ക് പറ്റും. അപ്പോൾ നോർമൽ ഹാർട്ട് റേറ്റ് എല്ലാവരുടെ ഹൃദയോട് പറയാൻ പറ്റിയിട്ടുണ്ടോ? ഇരട്ട വോട്ടും വ്യാജ വോട്ടൊക്കെ ആശങ്കയുണ്ടോ? അതായത് അർഹതയില്ലാത്തവരുടെ വോട്ടുകളിൽ ജയിച്ചു കയറാമെന്ന് ആരും വിചാരിക്കേണ്ട. അതാണ് നമ്മൾ പറയുന്നത്. UDF അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് എങ്കിൽ, BJP അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യാമോഹം കാണുന്നുണ്ടെങ്കിൽ അതിനെ നിയമപരമായും ജനാധിപത്യപരമായുമുള്ള മാർഗങ്ങളിലൂടെ തടയുമെന്നുള്ളത് LDF പ്രഖ്യാപിത നയമാണ്. അതങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് അതൊരു ആശങ്കയൊന്നുമല്ല. അങ്ങനെ ജയിക്കണമെന്ന് ആശിച്ചവർക്ക് അതിൽ നിന്ന് പിന്മാറാം, അത്രേ ഉള്ളൂ. എന്തായാലും എനിക്ക് കുട്ടിക്കാലത്തൊക്കെ എല്ലാവരും ഒരു തവണയെങ്കിൽ ഈ സ്റ്റെതസ്കോപ്പ് ഒക്കെ പലതരത്തിലുള്ള കളിക്കുന്ന രീതിയിലൊക്കെ ഓരോ കൊണ്ടും അല്ലാതൊക്കെ സ്റ്റെതസ്കോപ്പ് ഡ്യൂപ്പൊക്കെ നമ്മൾ വെച്ച് നോക്കിയിട്ടുണ്ടാവും. അപ്പം സ്റ്റെതസ്കോപ്പുമായി ഓരോ വോട്ടും അവസാന വട്ടം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് LDF സ്ഥാനാർത്ഥി പി സരിൻ. അദ്ദേഹം പറയുന്നത് ഹൃദയമിടിപ്പ് മാത്രമല്ല, ഈ സ്റ്റെതസ്കോപ്പ് കൊണ്ട് ഹൃദയത്തിൽ ഇരിപ്പ് എന്താണെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ടെന്നാണ്. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം അക്ഷയ ദാമോദരൻ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.